അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റിയുടെ സ്റ്റോറിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്, അതായത് നമ്മുടെ ഡൂമിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങാൻ പോകുന്ന ഡൂംസ്ഡേയുടെ സ്റ്റോറി പ്ലോട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതിൽ ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള ആന്റണി മെക്കി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളി മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഡൂംസ്ഡേയുടെ എൻഡിങ്ങിനെ കുറിച്ചാണ്. കൊളൈഡർ എന്ന് പറയുന്ന ഒരു മാഗസിൻ്റെ ഇൻ്റർവ്യൂവിലാണ് നമ്മുടെ ആന്റണി മെക്കി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് ആ സ്റ്റോറിയിൽ നമുക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാനാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിൽ പുള്ളി മെയിനായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് പുള്ളി ഓൾറെഡി ആ ഡൂംസ്ഡേയുടെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞു എന്നാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കൂ, അതിനിപ്പോൾ എന്താ, സ്ക്രിപ്റ്റ് ഓൾറെഡി എല്ലാവരും അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും കിട്ടിയിട്ടുണ്ടാവില്ലേ, പിന്നെ എന്താണ്. പക്ഷേ അങ്ങനെയല്ല. ഓൾറെഡി നമ്മുടെ ടോം ഹോളണ്ടിനെ പോലുള്ള എല്ലാ ക്യാരക്ടേഴ്സ് ഓരോ ആക്ടേഴ്സ് ഈ സ്ക്രിപ്റ്റൊക്കെ ഓൺലൈനിൽ തന്നെ ലീക്ക് ചെയ്യുന്നുണ്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ തന്നെ സ്ക്രിപ്റ്റ് ചുരുക്കം ചിലർക്ക് മാത്രമേ റീഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് നമ്മുടെ RDJയുടെ അയൺമാൻ ക്യാരക്ടർ ചെയ്യുന്ന RDJ, തോർ, നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത്, ക്യാപ്റ്റൻ അമേരിക്കയുടെ ക്രിസ് ഇവാൻസ്, ഇവർക്കൊക്കെ മാത്രമേ അതിനുള്ള ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും അതിൽ അവർക്ക് എന്തൊക്കെ റോളാണോ അതിനുള്ള സ്ക്രിപ്റ്റ് മാത്രമേ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കഥ എന്താണെന്ന് അറിയാതെയാണ് ആ മൊത്തം പടത്തിൽ തന്നെ അവർ അഭിനയിച്ചിട്ടുള്ളത്. ഓൾറെഡി ആ പടത്തിൻ്റെ റിലീസിന് ശേഷം നമ്മുടെ ടോം ഹോളണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അതായത് നമ്മുടെ അയൺമാൻ്റെ ഫ്യൂണറലിൽ നിൽക്കുമ്പോൾ പുള്ളി വിചാരിച്ചിരുന്നത് അതായത് ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷനിലാണ് പുള്ളി നിൽക്കുന്നത്. ഇത് പുള്ളി തന്നെ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഡൂംസ്ഡേയുടെ സ്ക്രിപ്റ്റിൽ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ചില മെയിൻ ക്യാരക്ടേഴ്സിന് മാത്രമേ ഈ ഒറിജിനൽ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ആന്റണി മെക്കിയും അത് ഓൾറെഡി വായിച്ചിട്ടുണ്ട്. കാരണം പുള്ളിയാണല്ലോ മെയിൻ ഇമ്പോർട്ടൻറ്റ്. റൂസോ ബ്രദേഴ്സ് ഈ പടം മൊത്തം തന്നെ ഷൂട്ട് ചെയ്യുന്നത് സ്പോയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഫുൾ ഇൻഡോറിലാണ്. ഈ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ഡൂംസ്ഡേ എന്ന് പറയുന്ന കഥ തന്നെ ഒരു ക്ലിഫ് ഹാങ്ങറിലായിരിക്കും അവസാനിക്കാൻ പോകുന്നതാണ്. ക്ലിഫ് ഹാങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എന്താണെന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിക്കായിരിക്കും അത് എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഇൻഫിനിറ്റി വാർ അങ്ങനെ തന്നെ ആയിരിക്കും എൻഡ് ആയിട്ടുണ്ടാവുക. പക്ഷേ ഇൻഫിനിറ്റി വാർ ഒരു ക്ലിഫ് ഹാങ്ങർ എന്ന് പറയാൻ പറ്റില്ല, അത് മൊത്തത്തിലൊരു പടമായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം അത് താനോസ് വില്ലൻ ജയിക്കുന്ന പോലെ ആയിരിക്കും ആ പടം തന്നെ എൻഡ് ആയിട്ടുണ്ടാവുക. അതിനുശേഷം ഹീറോസ് എങ്ങനെ അതിനെ ഡിഫീറ്റ് ചെയ്യുന്നതെന്നായിരിക്കും മൊത്തം സ്റ്റോറി വരാൻ പോകുന്നത് നമുക്ക് ഊഹിക്കാം. അതേപോലെ തന്നെ ആയിരിക്കും ഈ സ്റ്റോറിയും വരാൻ പോകുന്നതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പടത്തിൻ്റെ എൻഡിൽ ഡൂമിനുള്ള ഒരു ബിൽഡപ്പും പുള്ളി എങ്ങനെയാണ് ഈ യൂണിവേഴ്സിലേക്ക് വരുന്നതെന്നും പുള്ളി എങ്ങനെ ഈ മൾട്ടിവേഴ്സിനെ കോൺകർ ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കും സ്റ്റോറി ആയിട്ട് പോകാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല പുള്ളി നമ്മുടെ അവഞ്ചേഴ്സിനെ ഡിഫീറ്റും ചെയ്യും. ഈ പുള്ളി മൊത്തം ബാറ്റിൽ വേൾഡ് തന്നെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യും. സീക്രട്ട് വാർസ് നടക്കും. കാരണം ഇതിൽ നമ്മുടെ അവഞ്ചേഴ്സ് തോറ്റെങ്കിൽ മാത്രമേ അടുത്ത പടം അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സീക്രട്ട് വാർസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് എങ്ങനെ മൾട്ടിവേഴ്സിനെ നശിപ്പിക്കപ്പെട്ട മൾട്ടിവേഴ്സിനെ റീസ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് മൊത്തം സ്റ്റോറി തന്നെ. പിന്നെ ഈ പുള്ളി അറിഞ്ഞിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു ക്ലിഫ് ഹാങ്കറിൽ നിർത്തുന്നത് മാത്രമല്ല, ഇതിന് ശേഷം മൊത്തം മൾട്ടിവേർഡ് സാഗയുടെ തന്നെ മൊത്തം ഒരു മാറ്റമായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കാരണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം, അതായത് ഇൻഫിനിറ്റി വാറിലെ എൻഡ് ഗെയിമിൽ റൂസോ ബ്രദേഴ്സ് ഉദ്ദേശിച്ചിരിക്കുന്ന സെയിം ഫോർമുല തന്നെയാണ് അവർ ഈ ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഫസ്റ്റ് പടത്തിൽ വില്ലൻ ജയിക്കും, സെക്കൻഡ് പടത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഹീറോസ് വീണ്ടും തിരിച്ചു വരുന്നതെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ താനോസ് സ്നാപ്പ് ചെയ്ത് ഹാഫ് ദ എൻറ്റയർ വൺ യൂണിവേഴ്സ് മാത്രമാണ് നശിപ്പിക്കുന്നത്. പക്ഷേ ഇതിൽ മൊത്തം മൾട്ടിവേഴ്സ് തന്നെ മൊത്തം മൾട്ടിപ്പിൾ യൂണിവേഴ്സുകളാണ് നശിക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല ഈ പടത്തിൻ്റെ എൻഡിൽ നമ്മുടെ ഡോക്ടർ ഡൂം ദ ഗോഡ് ഓഫ് മൾട്ടിവേഴ്സായി മാറുന്ന പോലെ ആയിരിക്കും എൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് പുള്ളി തന്നെ ഓൾറെഡി കൺഫേംഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നല്ല, ഇതുപോലെയൊക്കെ ആയിരിക്കുന്നതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതായത് ബാറ്റിൽ വേൾഡിലായിരിക്കും ഈ ഡൂംസ്ഡേ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി സീക്രട്ട് വാർസിനെ കുറിച്ചും ഡൂംസ്ഡേയെ കുറിച്ചൊക്കെ ഒരു കോൺസെപ്റ്റ് ആർട്ടിൻ്റെ ലീക്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാവാം. അതിൽ ചില കൺസെപ്റ്റുകൾ നമ്മുടെ ഡോക്ടർ ഡൂം ഒരു ത്രോണിലിരിക്കുന്ന പോലെയും നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അതായത് ഷെറീഫ് സ്ട്രേഞ്ച് പുള്ളിയുടെ അടുത്തുള്ള പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. കോമിക്കിൽ അങ്ങനെ തന്നെയാണ് ഡോക്ടർ ഡൂം ഗോഡ് എംപറർ ഡൂം ആയതിനു ശേഷം പുള്ളിയുടെ വലങ്കയായിട്ടുണ്ടാകുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. ഇതാണ് 2015 ഇറങ്ങിയിട്ടുള്ള സീക്രട്ട് വാർസിലും കോമിക്കിലും നടന്നിട്ടുള്ളത്. ഈ സീക്രട്ട് വാർസ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മാർവൽ കൊണ്ടുവരുന്നത് തന്നെ ഒരു റീബൂട്ടായിട്ടാണ്. അതായത് ഇതിന് മുമ്പ് ഓൾറെഡി ഒരു 1990-കളിലെങ്ങാണ്ടും 60-ലോ 90-ലെങ്ങാണ്ടും ഒരു സീക്രട്ട് വാർസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൊത്തം സ്റ്റോറി റീബൂട്ട് ചെയ്ത് അവർ വീണ്ടും കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് അതിനുശേഷം 2015 വീണ്ടും ഒരു സീക്രട്ട് വാർസ് വെച്ച് മൊത്തം യൂണിവേഴ്സ് വീണ്ടും റീബൂട്ട് ചെയ്തു. അതുപോലെ തന്നെയാണ് ഇപ്പം മൊത്തം ഇറങ്ങിയിട്ടുള്ള നമ്മുടെ MCUവിനെ തന്നെ റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ഒരു സോഫ്റ്റ് റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാർവൽ പോകുന്നത്. അതായത് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള മൊത്തം പടങ്ങളും ക്യാൻസൽ ചെയ്തിട്ട് ഇനി ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇത് തന്നെയാണ് ഓൾറെഡി റൂസോ ബ്രദേഴ്സും പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു എൻഡല്ല, പുതിയൊരു ബിഗിനിങ് ആണ്. മാത്രമല്ല ഇതിൽ നമ്മുടെ ഡൂം നശിപ്പിക്കുന്ന ഒരാളായിട്ട് മാത്രമല്ല, ഒരു സേവിയറായിട്ടും കൂടിയാണ് ഒരു രക്ഷകനായിട്ടും കൂടിയാണ് വരുന്നത്. അതായത് മൊത്തം മൾട്ടിവേഴ്സ് തന്നെ നശിക്കുന്ന ഒരു ഘട്ടത്തിൽ ബാക്കിയുള്ള മൾട്ടിവേഴ്സുകൾ ചെതറിപ്പോയ കുറച്ച് യൂണിവേഴ്സുകളെ കൂട്ടിച്ചേർത്തിട്ടാണ് പുള്ളി ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. കോമിക്സിൽ അങ്ങനെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള 14 മെയിൻ യൂണിവേഴ്സിലെ ചില ഭാഗങ്ങൾ വെച്ചിട്ടാണ് ഡൂം ഈ ബാറ്റിൽ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതായിരിക്കണം നമ്മുടെ ആന്റണി മാക്കി പറഞ്ഞ പോലെ ഇരിക്കുന്ന ഈ ഡൂംസ്ഡേയുടെ ക്ലിഫ് ഹാങ്കർ. ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആ പടം എൻഡ് ആവാൻ വേണ്ടി പോകുന്നത്.
ഓഫ് കോഴ്സ് സീക്രട്ട് വാർസിൽ എൻ ഗെയിമിൽ എങ്ങനെയാണോ നമ്മുടെ അവഞ്ചേഴ്സ് ആ സ്നാപ്പ് വീണ്ടും ചെയ്തിട്ട് എല്ലാവരും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതേപോലെ തന്നെ ആയിരിക്കും അവർ സീക്രട്ട് വാർസിൽ ഡൂമിനെ ഡിഫീറ്റ് ചെയ്തിട്ട് മൾട്ടിവേഴ്സ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടിയാണ്, അതായത് ഇത് ജസ്റ്റ് ഒരു എൻഡിങ്ങും റീസ്റ്റോറിങ്ങും മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള മാർവൽ സാഗയുടെ തന്നെ പുതിയൊരു കണ്ടിന്യൂഷനും കൂടി ആയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ എൻഡിൽ തന്നെ നമുക്കറിയാം മൾട്ടിവേഴ്സ് റീസ്റ്റോർ ആയതിനു ശേഷം പല യൂണിവേഴ്സിലെ പല ക്യാരക്ടേഴ്സും ചിലപ്പോൾ നമ്മുടെ എർത്ത് 616 തന്നെ വന്നെന്ന് വരാം. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോക്സ് യൂണിവേഴ്സിലെ എക്സ്മെൻസ് ഒക്കെ നമ്മുടെ മാർവൽ യൂണിവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് എക്സ്മെൻസ് ഒന്നും ഇതുവരെ അവഞ്ചേഴ്സ് ഫിലിമിലൊന്നും വന്നിട്ടില്ലാന്ന്. സോ അതിന് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം ഈ എൻ ഗെയിം, ഇൻഫിനിറ്റി വാറും വിൻ്റർ സോൾജറൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ട് എക്സ്മെൻസ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ടും ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇങ്ങനെ ആ പടത്തിൽ ഒരു സീക്രട്ട് വാർസിന് ശേഷം അവരെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ അവിടെ ഒരു പ്രസക്തിയില്ല. കാരണം ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ എക്സ്മെൻസ് ഒക്കെ വേറെ യൂണിവേഴ്സിലായിരുന്നു. ഇതിന് ശേഷം സീക്രട്ട് വാർസിന് ശേഷമാണ് അവരൊക്കെ ഒരു യൂണിവേഴ്സിലാവുന്നത്. അതിന് ശേഷം അവരെ കാണിക്കുന്നത് ചിലപ്പോൾ ഈ മ്യൂട്ടൻ സാഗയായിരിക്കും സീക്രട്ട് വാർസിന് ശേഷം വരാൻ വേണ്ടി പോകുന്ന അടുത്ത സാഗ തന്നെ. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സിൻ്റെ സെൻഡ് ഓഫും മാത്രമല്ല പുതിയ ചില ക്യാരക്ടേഴ്സിൻ്റെ ഇൻക്ലൂഷനും കൂടിയായിരിക്കും ഈ പടം. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പടങ്ങൾ. റീസെൻ്റായിട്ട് ചില ഇൻസൈഡർ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ തോറിന് ഈ ഡൂംസ്ഡേയിലോ സീക്രട്ട് വാർസിലോ ഒരു ഹീറോയിക് സെൻഡ് ഓഫ് അവർ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ലീക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ തോർ ഇപ്പോൾ ഓൾറെഡി വലിയൊരു സ്റ്റോറി ലൈൻ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പുള്ളിയുടെ സ്റ്റോറി എൻഡായിട്ട് ബാക്കി ചിലപ്പോൾ റീബൂട്ടിൽ വേറെ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ വേറൊരാൾ ആ മാൻഡിൽ എടുക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. അല്ലെങ്കിൽ വേറൊരു ആക്ടർ തോറെന്ന് പറയുന്ന ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചെന്ന് വരാം. അതായത് ഈ സീക്രട്ട് വാർസിന് ശേഷം ഒരു യൂണിവേഴ്സിൽ തന്നെ നമ്മുടെ എക്സ്മെൻസ്, ഇൻഹ്യൂമൻസ്, മ്യൂട്ടൻസ്, അവഞ്ചേഴ്സ് എല്ലാവരും ഒരുമിച്ചുള്ള പോലെ ആയിരിക്കും തീരാൻ വേണ്ടി പോകുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി മാർവലിൽ സ്റ്റോറിക്ക് ഒരു പഞ്ഞം ഉണ്ടാവില്ല. കാരണം ഇതുവരെ അരച്ച മാവിനെയാണ് അവർ അരച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ സംഗതി ഏക്കില്ലെന്ന് മനസ്സിലായിട്ടായിരിക്കണം അവർ ഇപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമിനെ ഇറക്കുന്നത് തന്നെ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന തന്നെ മാർവൽ ഇപ്പോൾ എൻ ഗെയിമിന് ശേഷം തന്നെ വളരെ ഒരു ഡൗൺ ഫേസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ മാർവൽ പോലെ ചില പടങ്ങളിലൊക്കെ ഓവർ ഫെമിനിസം കുത്തി കയറ്റിയിട്ട് മൊത്തം ചാളാക്കി വെച്ച് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പിന്നെ ഇതിൽ പുള്ളി ഈ ആൻ്റണി മക്കി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഡൂംസ്ഡേയിൽ ഡെത്ത്സ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അതായത് ഒരുപാട് അവഞ്ചേഴ്സ് ചിലപ്പോൾ മരിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത അവഞ്ചേഴ്സ് തന്നെ. എന്തായാലും തണ്ടർബോൾട്ട്സ് പടത്തിൽ നമ്മുടെ പവർഫുൾ ഹീറോ ആയിട്ടുള്ള സെൻട്രിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഉള്ളിലുള്ള വോയിഡും പുള്ളി ഓൾറെഡി ആ സെൻട്രി എന്ന് പറയുന്ന ക്യാരക്ടർ ഓൾറെഡി ഡൂംസ്ഡേയിൽ ഉണ്ടെന്ന് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. സോ ആ സെൻട്രീനെ ചിലപ്പോൾ നമ്മുടെ ഡൂമിൻ്റെ കയ്യിൽ നിന്ന് കൊല്ലിക്കുന്ന പോലെ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. ഇപ്പോൾ എങ്ങനെയാണോ നമ്മുടെ താനോസ് എത്ര പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മുടെ ഹൾക്കും തോറും ഒക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്ന പോലെ കാണിച്ചത്, അതേപോലെ തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സെൻട്രീനെ ഇല്ലാതാക്കുന്നതോടെ ഡയറക്റ്റായിട്ട് തന്നെ ഡൂം എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് ഒറ്റയടിക്കാനെ മനസ്സിലാക്കി തരാൻ പറ്റും. പിന്നെ ഇതിലുള്ള മെയിനായിട്ടുള്ള 2 ചോദ്യങ്ങളാണ്, എങ്ങനെ ഡൂം ഇത്രയും പവർഫുള്ളായി മാറുന്നു, എങ്ങനെ മൾട്ടിവേഴ്സ് നമ്മുടെ ഹീറോസ് റീസ്റ്റോർ ചെയ്യുന്നതെന്ന്. അതിൽ ആദ്യത്തെ ചോദ്യം ഡൂം എങ്ങനെ ഇത്ര പവർഫുള്ളായി മാറുന്നു എന്നുള്ളത്. കോമിക്സിൽ എടുക്കുകയാണെങ്കിൽ ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സ് മൾട്ടിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടി ബിയോണ്ടേഴ്സ് വരുമ്പോൾ ബിയോണ്ടേഴ്സിനെ കൊന്ന് അവരുടെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം മോളിക്യൂൾ മാനെയൊക്കെ വെച്ചിട്ട് മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതും ഗോഡ് എംപറർ ഡൂമായിട്ടുള്ള സൂപ്പർ ഓവർപവർഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഡൂംസ്ഡേയിൽ ഇപ്പോൾ ലീക്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ മൊത്തം പടം തന്നെ നമ്മുടെ ഡൂം ജയിക്കുന്ന പോലെ ആണെങ്കിലും ഇത് ലോക്കിനെ തപ്പിയുള്ളൊരു ക്വസ്റ്റ് ആയിരിക്കും. അതായത് ലോക്കിനെ തപ്പിയുള്ളൊരു യാത്ര ആയിരിക്കും ഈ പടം മൊത്തം തന്നെ. കാരണം മൾട്ടിവേഴ്സ് തന്നെ ഇപ്പോൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോക്കി ആയിരിക്കും. അങ്ങനെ ചിലപ്പോൾ ലോക്കീനെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കണം ഡോക്ടർ ഡൂം ഈ മൾട്ടിവേഴ്സിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പാകത്തിന് അത്രയും സൂപ്പർ ഓവർപവർഡായിട്ട് മാറാൻ പോകുന്നത്. എന്ന് വിചാരിച്ച് ലോക്കി മാത്രമല്ല മൾട്ടിവേഴ്സിലുള്ള പല ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ സെൻട്രിനെ പോലുള്ള പല ക്യാരക്ടേഴ്സ്, പവർഫുൾ ക്യാരക്ടേഴ്സിനൊക്കെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഡോക്ടർ ഡൂം അത്രയും പവർഫുള്ളായിട്ട് മാറാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ മാത്രമേ ചിലപ്പോൾ ഈ ബാറ്റിൽ വേൾഡ് തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമിന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം, അതായത് സീക്രട്ട് വാർസിലാണെങ്കിലും നമ്മുടെ അവഞ്ചേഴ്സിന് എങ്ങനെ നമ്മുടെ ഡൂമിനെ ഡിഫീറ്റ് ചെയ്ത് മൾട്ടിവേഴ്സിനെ തന്നെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ആക്ച്വലി ഈ മൾട്ടിവേഴ്സിനെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന് പവർഫുൾ ആയിട്ടുള്ള ഒരുത്തനുണ്ട്, ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ്. അത് വേറെ ആരുമല്ല, നമ്മുടെ റീഡ് റിച്ചർഡ്സിൻ്റെയും സൂസൻ സ്റ്റോമിൻ്റെയും മകൻ. ചെറുപ്പത്തിൽ പുള്ളി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സ് തന്നെ, ഒരു പോക്കറ്റ് യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവൻ കളിച്ചുകൊണ്ടിരുന്നത്. സോ മൾട്ടിവേഴ്സിനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ മാത്രം പവർഫുള്ളാണ് അവൻ ആ ചെറുപ്പത്തിൽ തന്നെ. അവനെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റീഡ് റിച്ചർഡ്സ് സീക്രട്ട് വാർസിൽ തന്നെ മോളിക്യൂൾ മാനെയും വെച്ചിട്ട് ഈ മൾട്ടിവേഴ്സ് തന്നെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഫെൻറ്റാസ്റ്റിക് ഫോറിൽ കണ്ടിട്ടുണ്ടാവും, അതായത് നമ്മുടെ സൂസൻ സ്റ്റോം പ്രഗ്നൻ്റ് ആണ് ഓൾറെഡി. അതായത് ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് MCUലേക്ക് വരാൻ വേണ്ടി പോകുന്നതാണ്. സോ ആ പവറിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഫെൻറ്റാസ്റ്റിക് ഫോറിലും ഗലാക്ടസ് ചിലപ്പോൾ ആ എർത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത്. പുള്ളിനെ ചിലപ്പോൾ അബ്സോർവ് ചെയ്തിട്ട് സൂപ്പർ ഓവർപവർഡായിട്ട് മാറാൻ വേണ്ടിയിട്ട്. സോ ഈ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് സീക്രട്ട് വാർസ് ആകുമ്പോഴേക്കും ജനിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കണം നമ്മുടെ ഡൂമിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഫ്രാങ്ക്ലിനൊക്കെ അത്യാവശ്യം ഒരു ഏജ് ആയിട്ടുണ്ടാവും.
അങ്ങനെ ചിലപ്പോൾ പുള്ളിനെ വെച്ചിട്ടായിരിക്കണം വീണ്ടും നമ്മുടെ അവഞ്ചേഴ്സ് ഡൂമിനെ ഡിഫീറ്റ് ചെയ്താലും മൾട്ടിവേഴ്സിനെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ പവേഴ്സ്, ഐ മീൻ പുള്ളിനെ കൊന്ന് പുള്ളിയുടെ ആ പവേഴ്സ് എടുത്തതിന് ശേഷം. പിന്നെ കോമിക്സിൽ തന്നെ റാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഐ മീൻ ലൈഫ് റാഫ്റ്റ് എന്ന് പറയുന്ന ഒരു 2 സ്ഥാനം, അതായത് കോമിക്കിൽ സീക്രട്ട് വാർസിൽ അൾട്ടിമേറ്റ് യൂണിവേഴ്സും നമ്മുടെ എർത്ത് 616ഉം കൊളൈഡ് ആവാൻ വേണ്ടി പോകുമ്പോൾ 2 യൂണിവേഴ്സിലെ 2 റീഡ് റിച്ചർഡ്സ്, അതായത് അൾട്ടിമേറ്റ് യൂണിവേഴ്സിലെ റീഡ് റിച്ചർഡ്സ് മേക്കർ എന്നാണ് പറയുക. പുള്ളി ഒരു ഈവിൾ വെർഷനാണ് ഫാന്റാസ്റ്റിക് ഫോറിലെ നമ്മുടെ റീഡ് റിച്ചർഡ്സിൻ്റെ. അങ്ങനെ പുള്ളി വില്ലൻസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ലൈഫ് ക്രാഫ്റ്റ് ഉണ്ടാക്കും. നമ്മുടെ 616ലെ ഫാന്റാസ്റ്റിക് ഫോറിലെ നമ്മുടെ റീഡ് റിച്ചർഡ്സ് എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ഒരു ലൈഫ് ക്രാഫ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ഈ കൊളൈഡ് ആവുന്ന ടൈമിൽ ഇവർ 2 പേരും കുറച്ച് ഹീറോസിനെയും കുറച്ച് വില്ലന്മാരെയും അതിൻ്റെ അകത്ത് ചേർത്തിട്ട് മൾട്ടിവേഴ്സിനെ പുറത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ അതിലുള്ള ക്യാരക്ടേഴ്സ്, ഐ മീൻ പോയ മൾട്ടിവേഴ്സിനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ ഉള്ള ഈ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ മാർവൽ യൂണിവേഴ്സിനെ തന്നെ റീസ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ മൾട്ടിവേഴ്സിനെ പുറത്ത് നമ്മുടെ കുറച്ച് ഹീറോസ് വന്നിട്ട് അവരായിരിക്കും ഈ ഓർമ്മകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡൂമിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ബാറ്റിൽ വേൾഡിൽ നിന്ന് സീക്രട്ട് വാർസ് കാരണം മൾട്ടിവേഴ്സിനെ തന്നെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സീക്രട്ട് വാർസിൻ്റെ ലീക്സ് ആണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.